ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സദ്ഗുരുനാഥ് ഭഗവാന് കീ ജയ്. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ആദ്യത്തെ സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കാനുള്ളത്. 12ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ജനനവും പരീക്ഷത്തിൻ്റെ ബ്രാഹ്മണർ ആ ജാതകം നോക്കി വിവരങ്ങൾ പറഞ്ഞതും ഭഗവാനിൽ എത്തിച്ചേരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടു. ഈ അധ്യായത്തിൽ വിതുരൻ തീർത്ഥയാത്രയിൽ മൈത്രേയനിൽ നിന്ന് ഭാഗവതമൊക്കെ കേട്ട് തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്വന്തം ഏട്ടനോട് വിതുരനീതി എന്ന വളരെ ഭാഗവതത്തിൽ വിശേഷപ്പെട്ട പ്രശസ്തമായ ആ സംഗതി പാഠത്തിൽ പറയണത്. അങ്ങനെ ആ ഏട്ടനെ ജ്ഞാനോപദേശം ചെയ്ത് വനത്തിലെത്തിച്ച് മുക്തനാക്കി എന്നാണ് പറയണത്. അത് രാത്രിയാണ് ഇപ്പോൾ പോയത്. പിറ്റേന്നാൾ നോക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് നോക്കുമ്പോൾ കാണാനില്ല വല്യച്ഛന്. അപ്പോൾ നാരദരെ ഒന്ന് സമാധാനിപ്പിക്കണത് യുധിഷ്ഠിരനെ ആശ്വസിപ്പിച്ചു എന്നൊക്കെയാണ് ഈ അധ്യായത്തിലുള്ളത്. നമുക്ക് ആ അധ്യായത്തിൽ പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 1ാമത്തെ സ്കന്ധം അധ്യായം 13. ഭാരതയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തീർത്ഥയാത്രയ്ക്കായി ഗമിച്ച വിതുരരും മൈത്രേയനും ഹരിദ്വാറിലീ സത്കഥ സംവദിച്ചു ശുദ്ധ ചിത്തനായത്തവേ. പാണ്ഡവൻ വേണ്ടപോൽ സ്വീകരിച്ചു പൂജ ചെയ്തു ചോദിച്ചു വിനീതൻ യുധിഷ്ഠിരൻ. കുഞ്ഞുങ്ങളെ പോറ്റും തള്ളപ്പക്ഷി സമം ഞങ്ങളെ രക്ഷിച്ചതങ്ങ് മറന്നുവോ? എങ്ങനെ കാലം കഴിച്ചു ഭവാൻ ചെന്ന് തീർത്ഥങ്ങളേതൊക്കെ ശുദ്ധമാക്കി ഗുരു. യാദവർക്കൊക്കെ സുഖമല്ലേ കൃഷ്ണനും പുണ്യങ്ങൾ നേടിയതൊക്കെ കഥിക്കണേ. ഇങ്ങനെ കേട്ടു വിതുരൻ അനുഭവം ഒക്കെ പറഞ്ഞു ശുഭവാർത്ത സർവ്വതും. ദ്വാരകനാശമോ കൃഷ്ണവിരഹമോ ചൊല്ലിയില്ല അന്യദുഃഖഹേതു സുധി. ജ്യേഷ്ഠനുമൊത്തങ്ങു വാണു കുറച്ചിടാൻ ഉണ്ണി പരീക്ഷിത് യുധിഷ്ഠിരനൊപ്പവും. പിന്നെ ധൃതരാഷ്ട്രരോടായി പറഞ്ഞത് പ്രായം കഴിഞ്ഞുപോയി മൃത്യു ഭയക്കണം. ദേഹം വിടേണം ധനം ബന്ധുരാജ്യവും മക്കളും പൗത്രരും ചത്തുപോയി സൈന്യവും. സാത്വികനെങ്കിലും മക്കളെ കൊന്നവൻ ഭീമൻ തരുന്നതും ഉണ്ണണ്ടേ സോദരാം. ദുര്യോധനൻ കൊല്ലാൻ നോക്കി വലവുരു ചുട്ടുവരക്കില്ലം നൽകി വിഷം തഥാ. പാഞ്ചാലി ചുറ്റിയ സാരി അഴിച്ചതും കാട്ടിലാക്കി കള്ളച്ചൂതു ചൂതാൽ ശകുനിയാൽ. ജ്യേഷ്ഠൻ തടുത്തില്ല പുത്രസ്നേഹത്തിനാൽ എന്നിട്ടും ഭോഗിയായി ദേഹമോഹി ഭവാൻ. വൈരാഗ്യം നേടണം കാട്ടിൽ വസിക്കണം ആത്മജ്ഞനാവണം മുക്തിയെ നേടണം. ചെയ്യാം തപസ് ഹിമാവാനിലേഖനായി മുക്തിയെ ലക്ഷ്യമായി ദ്വന്ദ്വം കടക്കണം. ജീവിക്കാൻ മോഹം അധികം നരർക്കിഹ മൃത്യുഭയവും കൊടുക്കുന്നു ജീവനെ. ധ്യാനിക്കണം ഹൃദി വിഷ്ണുവിൻ ലീലകൾ
അന്യവെറുപ്പുകൾ താനേ ഒടുങ്ങിടും. അർദ്ധരാത്രി ധൃതരാഷ്ട്രരും പത്നിയും നിശ്ചിന്തരായെത്തി കാട്ടിൽ മുമുക്ഷുവായി. കാലത്തു താതനെ കാണാഞ്ഞു പാണ്ഡവൻ ദുഃഖിച്ചു സഞ്ജയനോടു പറയവേ. രാജാഗമിച്ചതറിയാതെ സഞ്ജയൻ കേണുപോയി സംശയിച്ചോതി മരണവും. അപ്പോൾ ശ്രീനാരദൻ വന്നു കഥിച്ചിത് ദുഃഖമരുത് വിധിയാണ് സർവവും. ശ്രീഹരി നിശ്ചയമൊന്നും നടന്നിടും. അഞ്ചാം നാൾ രണ്ടാളും മുക്തരാവും ദൃഢം. കാലസ്വരൂപിയാം സർവവ്യാപി ഹരി മായയാൽ കാട്ടുന്നു ബന്ധവും സ്നേഹവും. ഗാന്ധാരിയും ഒപ്പം കുന്തിയും ചേർന്നിടും. സംശയിക്കേണ്ട തിരയേണ്ട പുത്രരെ. കൃഷ്ണസ്വരൂപിയായി നിങ്ങളെ രക്ഷിച്ച കൃഷ്ണനുള്ളത്ര കാലം വാഴും നിങ്ങളും പോയിടും. കാലത്താൽ പ്രരിത കർമ്മങ്ങൾ തീർന്നാലി ദേഹം വെടിഞ്ഞിടും. സപ്തർഷികൾക്കായി ഗംഗ ഹരിദ്വാറിലേഴായി തീർന്നുള്ള പുണ്യഭൂതന്നിലായി പുത്രവിത്തലോക ഏഷണ വിട്ടവൻ മൂലതത്വത്തിൽ ലയിപ്പിച്ചു ദേഹവും. ജീവനെ ബ്രഹ്മത്തിൽ തന്നെ ലയിപ്പിച്ചു അഞ്ചാം ദിനം മുക്തി നേടും ഇരുവരും. കാട്ടുതീ തന്നിൽ ദഹിക്കും ശരീരവും തീർത്ഥാടനത്തിനായി പോകും വിദൂരനും. ഇങ്ങനെ യോതി ശ്രീനാരദൻ പോകവേ തുഷ്ടരായി പാണ്ഡവൻ മുക്തിയെ കേൾക്കയാൻ. പുത്രസ്നേഹം കൊണ്ട് പാപം ഭവിച്ചത് തീർത്തു യമദേവതാരം വിദൂരൻ സ്വയം. കൃഷ്ണ രാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 1-ാം സ്കന്ധത്തിൽ അധ്യായം 13 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരയേ നമഃ. ഹരയേ നമഃ. ഹരയേ